കേരളത്തിന്റെ ഭരണസാരഥ്യം വി.ഡി. സതീശന്റെ കൈകളിലെത്തിയതോടെ നിയമസഭയ്ക്കുള്ളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുപക്ഷ ഭരണത്തിന് ശേഷം അധികാരത്തിലേറിയ UDF സർക്കാർ സഭയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഓരോ നീക്കവും നടത്തുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ സഭയെ നയിക്കുമ്പോൾ സതീശൻ തന്റെ മുൻകാല പാർലമെന്ററി അനുഭവ സമ്പത്ത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷത്തെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാനും സഭയുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്കുള്ളിൽ സുഗമമായി നടക്കുമ്പോൾ പ്രതിപക്ഷം ഒരു നിർജീവ സാന്നിധ്യമായി മാറുന്നു എന്ന വിമർശനമുയരുകയാണ്. മുൻകാലങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർത്തിരുന്ന നേതാക്കൾ തന്നെ സഭയിൽ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഭരണപക്ഷത്തിന്റെ ഓരോ തീരുമാനത്തെയും പ്രതിരോധിക്കാൻ ആവശ്യമായ ഗൗരവമോ തന്ത്രമോ പ്രതിപക്ഷത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. മുഖ്യമന്ത്രിയുടെ മറുപടികൾക്ക് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും മുനയൊടിഞ്ഞു പോവുകയാണ്. ഇത് ഭരണപക്ഷത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുന്നു. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികൾ വേഗത്തിൽ പാസ്സാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായി വിമർശിക്കാൻ പ്രതിപക്ഷം പരാജയപ്പെടുന്നു. രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും ഒരു മയപ്പെട്ട നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇത് ഭരണകൂടത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും സഭയ്ക്കുള്ളിലെ ജനാധിപത്യ സംവാദങ്ങളെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രതിപക്ഷം നോക്കി നിൽക്കെ സർക്കാർ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ നിയമസഭയിലെ ജനാധിപത്യപരമായ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണപക്ഷത്തിന് ഒരു പ്രതിസന്ധിയും നേരിടേണ്ടി വരുന്നില്ല എന്നത് സതീശന്റെ രാഷ്ട്രീയ വിജയം തന്നെയാണ്. പ്രതിപക്ഷത്തെ സഭയ്ക്കുള്ളിൽ വരിഞ്ഞു മുറുക്കി ഭരണകാര്യങ്ങളിൽ വേഗതയും കൃത്യതയും വരുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ ആരോഗ്യകരമായ ജനാധിപത്യത്തിന് കരുത്തുറ്റ പ്രതിപക്ഷത്തിന് അനിവാര്യത നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലാത്തപക്ഷം സഭയുടെ ജനാധിപത്യപരമായ അന്തസ്സ് നഷ്ടപ്പെടുകയും ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും.